നമസ്കാരം. വിദ്യാസാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ +1 കോമേഴ്സിൻ്റെ 3rd ചാപ്റ്റർ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ ഓൺടർപ്രൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് സെക്ടർ, ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ മീൻസ് പബ്ലിക് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ ഓൺടർപ്രൈസസിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്, അതിനെന്ത് പ്രാധാന്യമാണ് ഉള്ളത്, ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് ഇതിൽ നമ്മുടെ എക്കണോമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പറയുന്ന പബ്ലിക് ഓൺടർപ്രൈസസ് വരുത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് പോയിൻറ്റ് 1991 ആ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിൻ്റാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്നാണ്. അതായത് നമ്മുടെ ഇക്കണോമിയിൽ പബ്ലിക് സെക്ടർ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ, എന്താണ് അതിൻ്റെ പ്രാധാന്യം. ഓക്കെ, അതായത് ഈ പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൻ്റെ, പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിൻ്റെ, ഓൺടർപ്രൈസസിൻ്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് വർദ്ധിക്കാനുള്ള കാരണമെന്ത്, അതിനെന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഈ നമ്മുടെ എക്കണോമിയിൽ എന്ത് പ്രാധാന്യമാണ്, എന്ത് റോളാണ് നിർവഹിക്കുന്നത്, എന്തെങ്കിലും നമ്മുടെ എക്കണോമിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് വരുത്തിയത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസി ടുവേർഡ്സ് ദ പബ്ലിക് സെക്ടറിനെ സിൻസ് 1991. 1991 മുതൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് പോളിസി ഉണ്ട്. ഓക്കെ, 1991 ഗവൺമെൻറ് പോളിസി എന്നാണ് അതിനെ പറയുന്നത്. 1991 മുതൽ നടപ്പിലാക്കുന്ന ഈ ഗവൺമെൻറ് പോളിസി, അതാണ് മറ്റൊരു റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മുഖാന്തരം ആണ് ചില മാറ്റങ്ങൾ എന്ത് ചെയ്തത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സർട്ടൻ റീഫോംസ് ഇൻ ദ പബ്ലിക് സെക്ടർ ഇൻ ഇറ്റ്സ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. 1991 ഒരു പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നു. ഈ പോളിസിയിലൂടെ ചില റീഫോംസ് അല്ലേ, ചില മാറ്റങ്ങൾ, ചില റീഫോംസ് മീൻസ് ചില മാറ്റങ്ങൾ, അതായത് ചില പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയൽ മേഖലയിൽ എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെൻറ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഈ 1991 ഇൻഡസ്ട്രിയൽ പോളിസി, വ്യാവസായിക നയം വന്നതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉണ്ടായതെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, റീസ്ട്രക്ചർ ആൻഡ് റിവൈവ് പൊട്ടൻഷ്യലി വയബിൾ PSUs. ഇവിടെ PSUs എന്ന് ചെയ്യുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ ചുരുക്കിയാണ് PSUs എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, റീസ്ട്രക്ചർ ആൻഡ് റിവൈവ്. റീസ്ട്രക്ചർ മീൻസ് പുനരുദ്ധീകരിക്കുക, റിവൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പൊട്ടൻഷ്യലി വയബിൾ PSUs. ഓക്കെ, വയബിൾ മീൻസ് ലാഭകരമായിട്ടുള്ള. ഓക്കെ, പൊട്ടൻഷ്യൽ ലാഭകരമായിട്ടുള്ള ഈ പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതാണ് റീസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ റിവൈവ് ചെയ്യണം. റിവൈവ് മീൻസ് പുനരുദ്ധീകരിക്കുക. അതിനെന്ത് ചെയ്യണം, കൂടുതൽ ഡെവലപ്മെൻറ്റ്. ലാഭകരമായിട്ടുള്ള ഈ പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റുകളെയെല്ലാം പുനരുദ്ധീകരിച്ചും ഡെവലപ്പ് ചെയ്തും കൊണ്ടുവരണം. ഓക്കെ, ദെൻ ക്ലോസ് ഡൗൺ PSUs വിച്ച് കാനോട്ട് ബി റിവൈവ്ഡ്. റിവൈവ് ചെയ്യാത്ത മീൻസ് ഈ പറയുന്ന പുനരുദ്ധീകരിക്കാൻ കഴിയാത്ത, അങ്ങനെ എത്ര ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റാത്ത, നന്നാക്കാൻ പറ്റാത്ത, നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും അതിനെ എന്ത് ചെയ്യാൻ പറ്റാത്ത, ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, പബ്ലിക് സെക്ടർ യൂണിറ്റിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, തീരെ മോശം അവസ്ഥയിൽ കിടക്കുന്ന, ഒട്ടും ലാഭകരമല്ലാത്ത, തീരെ മോശമായിട്ട് എത്ര വിചാരിച്ചിട്ടും റിവൈവ് ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലുമൊക്കെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അതിനെ ക്ലോസ് ഡൗൺ ചെയ്യുക, അതിനെ അടച്ചു പൂട്ടുക. ഓക്കെ, ദെൻ ബ്രിങ് ഡൗൺ ഗവൺമെൻറ്റ്സ് ഇക്വിറ്റി ഇൻ ഓൾ നോൺ സ്ട്രാറ്റജിക് PSUs ടു 26% ഓർ ലോവർ ഇഫ് നെസസറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ കൂടുതലും 50% കൂടുതൽ 51% ആരുടെ ഷെയർ ആയിരിക്കും, ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ ലാഭകരമല്ലാതെ പോകുന്ന, നഷ്ടത്തിൽ പോകുന്ന ഏതെങ്കിലും PSUs, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ടെങ്കിൽ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ എന്ത് ചെയ്യണം, 51% കിടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അത് നഷ്ടമാണ്, ആ സ്ഥാപനം നഷ്ടത്തിൽ പോകുന്നതോറും ഗവൺമെൻറ് നഷ്ടമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഷെയർ എന്ത് ചെയ്യണം, അത് 26% കുറയ്ക്കണം. അപ്പോൾ ഗവൺമെൻറ്റിന് അതിലുള്ള നഷ്ടസാധ്യതകൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
അതുപോലെ തന്നെ ദ ലാസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ താല്പര്യങ്ങൾ, അതിൻ്റെ വർക്കേഴ്സിന് ഇപ്പോൾ ഇതേപോലെ അടച്ചുപൂട്ടുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെ ഗവൺമെൻറ് അവരുടെ ഷെയർസ് പിൻവലിക്കുന്ന ഇത്തരത്തിലുള്ള നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇതിലൊക്കെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കുകയും വേണം. ഇപ്പം ഗവൺമെൻറ് അടച്ചുപൂട്ടുന്ന സ്ഥാപനങ്ങളായാലും ശരി, ഗവൺമെൻറ്റിൻ്റെ ഷെയർ പിൻവലിക്കുന്ന സ്ഥാപനങ്ങളായാലും ശരി, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ ആ തൊഴിലാളികളുടെ ക്ഷേമം കൂടി എന്ത് ചെയ്യണം, പരിഗണിക്കണം. അപ്പോൾ ഈ പോയിന്റുകളൊക്കെയാണ് ഈ 1991 ഗവൺമെൻറ് പോളിസി മുഖാന്തരം ഉണ്ടായ മാറ്റങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യണമെന്നാണ് 1991 പുതിയ പുത്തൻ വ്യാവസായിക നയം, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇതുകൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റിൻ്റെ പ്രാധാന്യം വർദ്ധിച്ച് വന്നു എന്നതാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1991 പബ്ലിക് സെക്ടർ പോളിസി, ഗവൺമെൻറ് പോളിസീസിൻ്റെ എലമെൻസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ആ എലമെൻറ്റ്സ്, അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഈ 1991 ഗവൺമെൻറ് പോളിസീസ് നടപ്പിലാക്കിയതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്തു, നടപ്പിലാക്കി ഈ പോളിസി പ്രകാരം. ഇനി ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി, 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെ എലമെൻറ്റുകളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ്ഡ് ഫോർ ദ പബ്ലിക് സെക്ടർ ഫ്രം 17 to 8 ആൻഡ് ദെൻ ടു 3. ഓക്കെ, അപ്പോൾ ഈ 1991 ഈ പറയുന്ന ഇൻഡസ്ട്രീസ് പോളിസി വരുന്നതിന് മുമ്പ് വരെ 17 പബ്ലിക് സെക്ടർ ഓണ്ടർപ്രൈസ് 17 പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. 17 തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. ആ 17 എന്നുള്ള എത്രയായിട്ട് കുറയ്ക്കണം, 8 കുറയ്ക്കുക, ഭാവിയിൽ പിന്നെ അത് 3 കുറയ്ക്കണം. ഇതായിരുന്നു ഇതിൻ്റെ ഒന്നാമത്തെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗവൺമെൻറ് പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസീസിൻ്റെ ഒന്നാമത്തെ പോളിസി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. എന്താണ്, ഈ പറയുന്ന ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലുള്ള യൂണിറ്റുകളുടെ, ഇൻഡസ്ട്രീസിൻ്റെ എണ്ണം 17 നിന്ന് 8 കുറയ്ക്കുക, പിന്നീട് ഭാവിയിൽ അത് 8 നിന്ന് 3 കുറയ്ക്കണം. അതായത് ഇത് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് അനുഭവിച്ചേ പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ മേജർ ഷെയറും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടാകുന്ന നഷ്ടം പൂർണ്ണമായിട്ടും ഗവൺമെൻറ് വഹിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് കൊണ്ടുവരുന്ന സ്ഥാപനമാണെങ്കിൽ അതിനുണ്ടാകുന്ന നഷ്ടം ചിലപ്പോൾ അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരിക്കും ഉണ്ടാവണം. അപ്പോൾ അത് ആ ഗവൺമെൻറ് വഹിച്ചാലേ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം എന്ത് ചെയ്യണം, മാക്സിമം കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ്. 17 നിന്ന് 8 അത് പിന്നീട് ഭാവിയിൽ 3 കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ. Then ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഷെയർസ് ഓഫ് സെലക്റ്റഡ് സെറ്റ് ഓഫ് പബ്ലിക് സെക്ടർ ഓണ്ടർപ്രൈസസ്. ചില സെലക്റ്റഡ് തിരഞ്ഞെടുക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിന് അവിടെ നിക്ഷേപങ്ങൾ, ഗവൺമെൻറ്റിന് അതിലുള്ള നിക്ഷേപങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മാറ്റണം. തിരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നഷ്ടത്തിലോടുന്ന ഏതെങ്കിലും, അതായത് പുനരുദ്ധീകരിക്കാൻ കഴിയാത്ത നഷ്ടത്തിലോടുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ നിക്ഷേപങ്ങൾ, ഗവൺമെൻറ് നിക്ഷേപം എന്ത് ചെയ്യണം, പിൻവലിക്കണം. അത് പിൻവലിച്ച് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കണം. ഓക്കെ, എന്തായാലും ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, പിൻവലിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം അത് അതിൻ്റെ പോക്കത്ര ശരിയല്ല, അത് ഉടനെ തന്നെ അടച്ചു പൂട്ടേണ്ടി വരും. അതാണ് പറഞ്ഞത്, തിരഞ്ഞെടുക്കപ്പെട്ട പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലുള്ള ഗവൺമെൻറ് നിക്ഷേപങ്ങൾ പിൻവലിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഷെയർസ് ഓഫ് സെലക്റ്റഡ് സെറ്റ് ഓഫ് പബ്ലിക് സെക്ടർ ഓണ്ടർപ്രൈസസ്. ദെൻ പോളിസി റിഗാർഡിംഗ് സിക്ക് യൂണിറ്റ്സ് ടു ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദി പ്രൈവറ്റ് സെക്ടർ. സിക്ക് മീൻസ് പനി പിടിച്ച സ്ഥാപനങ്ങളെന്നല്ല, ഇതേപോലെ അടച്ചുപൂട്ടൽ, ഈ ലാഭകരമല്ലാത്ത സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളുടെ പോളിസി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിൻ്റെയും പബ്ലിക് സെക്ടറിൻ്റെയും പോളിസിയും രണ്ടാണ്. പബ്ലിക് സെക്ടർ യൂണിറ്റുകളുടെ അവരുടെ പ്യൂറായിട്ടുള്ള ലക്ഷ്യം എന്താണ്, ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. സേവനം അവരുടെ ലക്ഷ്യമല്ല. അപ്പോൾ മറ്റുള്ളവർക്ക്, പൊതുജനത്തിന് സേവനം ചെയ്ത് കൊടുത്തിട്ട് അവർക്കൊന്നും നേടില്ല. അവർക്ക് പ്യൂറായിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഓക്കെ, അപ്പോൾ ആ ലാഭം നേടുന്നതിനുള്ള പോളിസീസാണ് അവരുടേത്. പക്ഷേ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത, അവരുടെ പ്യുവറായിട്ടുള്ള ലക്ഷ്യം ലാഭമല്ല, അവർക്കെന്താണ്, പബ്ലിക്കിൻ്റെ, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ പോളിസീസ് ഈ പറയുന്ന സേവനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോളിസീസാണ്. എന്നാൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ നഷ്ടത്തിൽ ഓടുന്ന പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടൽ ഭീഷണിയൊക്കെ നേരിടുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ പോളിസിയും കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. എങ്ങനെയെങ്കിലും അതിനൊന്ന് എന്ത് ചെയ്യണം, പുനരുദ്ധീകരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, പോളിസി ഒന്ന് മാറ്റിപ്പിടിക്കണം. പബ്ലിക് സെക്ടറിൻ്റെ പോളിസീസ് എല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടറിൻ്റെ പോളിസീസ് കണക്കാക്കി മാറ്റണം.
ഓക്കെ, ഇതിനെ ഒന്ന് പുനരുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പറഞ്ഞാൽ പോളിസി റിഗാർഡിംഗ് സിക്ക് യൂണിറ്റ്സ് ടു ബി സെയിം ആസ് ദാറ്റ് ഫോർ ദി പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിൻ്റെ പോളിസിയൊക്കെ മാറ്റുക. എന്ത്? ഈ സിക്കായിട്ടുള്ള പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ്റെ പോളിസി പ്രൈവറ്റ് സെക്ടറിൻ്റെ പോളിസിയിലേക്ക് മാറ്റുക. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മീൻസ് ധാരണാപത്രം. ധാരണാപത്രത്തിലൂടെയുള്ള ചില രക്ഷപ്പെടലുകൾ, ചില വികസനങ്ങൾ ഈ മേഖലയിൽ. അതായത് മീൻസ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഗ്രിമെൻറ്റ് പേപ്പറാണ്, ഒരു ഡോക്യുമെൻ്റാണ്. ഓക്കെ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇതൊരു എഗ്രിമെൻറ്റ് പേപ്പറാണ്. അതായത് ഇതേപോലുള്ള നഷ്ടസംബന്ധമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നഷ്ടത്തിൽ ഓടുന്ന സ്ഥാപനങ്ങൾ അവയുടെയൊക്കെ പോളിസിയൊക്കെ മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവൈവിന് വേണ്ടിയിട്ട്, പുനരുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഗവൺമെൻറ്റിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥാപനങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസിയെയോ പ്രൈവറ്റ് വ്യക്തികളെയോ പ്രൈവറ്റ് കമ്പനികളെയൊക്കെ ഏൽപ്പിക്കുന്ന സമയത്ത് കരാർ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ചില ഡോക്യുമെൻറ്റ്സുകളുണ്ട്, എഗ്രിമെൻറ്റുകളുണ്ട്. അവയാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഡോക്യുമെൻ്റ് എന്താണ്, അതിൻ്റെ എഗ്രിമെൻറ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിനകത്ത് വരുന്ന പോളിസീസ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ വരുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയുള്ള വികസനം, ധാരണാപത്രത്തിലൂടെയുള്ള വികസനം, ഇത്രയും കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോയിന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1991 ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊക്കെയാണ് ഈ പോളിസിയുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുമ്പ് പറഞ്ഞ പോയിന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1991 ഗവൺമെൻറ് പോളിസി വന്നതിന് ശേഷം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടന്നു. ഓക്കെ, ഈ പറയുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ള കുറേ സ്ഥാപനങ്ങളെ എന്ത് ചെയ്തു, ലാഭകരമായിട്ടുള്ള സ്ഥാപനങ്ങളെ പുനരുദ്ധീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ പുനരുദ്ധീകരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി. ഓക്കെ, നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഗവൺമെൻറ് പോളിസീസ് 26% കുറച്ചു. ഓക്കെ, പിന്നെ അതിൻ്റെ വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 1991 ഗവൺമെൻറ് പോളിസി വന്നതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. കഴിഞ്ഞ ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടറിൽ വരുന്ന ലാസ്റ്റ് പോയിൻ്റാണ്. ഇത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന സെക്ഷനെ അങ്ങ് തീർന്നിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് മൾട്ടിനാഷണൽ ഗ്ലോബൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പോയിൻ്റ് പ്ലസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റുകൾ ചേർത്ത് വെച്ച് മാത്രം എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന പോയിന്റിനെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എഴുതിയിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക. അത്തരമുള്ള എഗ്രിമെൻറ്റ് പേപ്പേഴ്സാണ്, അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ എല്ലാവരും വീട്ടിൽ ഇരുന്ന് പഠിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.